ലോൺ ആപ്പ് തട്ടിപ്പുകളിൽ ബാങ്കുകൾക്ക് കോടതിയുടെ വിമർശനം. ബാങ്കുകളുടെ വീഴ്ച കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നുവെന്ന് കല്ലൂർ PMLA കോടതി. അസ്വാഭാവിക അക്കൗണ്ട് വിവരങ്ങൾ പോലീസിനെയും ഇൻകം ടാക്സിനെയും അറിയിക്കാൻ ബാങ്കുകൾക്ക് ബാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഓൺലൈൻ ലോൺ അപ്പ് തട്ടിപ്പ് കേസിൽ 4-ാം പ്രതി അലൻ സാമുവലിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് CBI കോടതി ജഡ്ജി N ശേഷാദ്രിനാഥൻ സുപ്രധാനമായ നിരീക്ഷണം ബാങ്കുകൾക്കെതിരെ നടത്തിയത്. ഈ കേസിലെ പ്രതികളായ സെയ്ദ് മുഹമ്മദ്, വർഗീസ് TJ എന്നിവർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണക്കാരായ ആളുകളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇടപാടുകൾ നടത്തുകയായിരുന്നു. ഇത്തരത്തിൽ സാധാരണക്കാരായ ആളുകളുടെ പേരിൽ ധാരാളം ബാങ്ക് അക്കൗണ്ടുകൾ ചെറിയൊരു കാലഘട്ടത്തിനിടയിൽ ബാങ്കുകളിൽ ഓപ്പൺ ചെയ്യപ്പെടുമ്പോൾ ഇത് നിരീക്ഷിക്കാനും അസ്വാഭാവികമായ രീതിയിൽ അക്കൗണ്ടിൽ ഇടപാടുകൾ നടക്കുന്ന വിവരം അധികൃതരെ അറിയിക്കാനും ബാങ്കുകൾ തയ്യാറാകണം. അസാധാരണമായ രീതിയിൽ ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യപ്പെടുന്ന കാര്യം പോലീസിനെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെയും യഥാസമയം അറിയിക്കാൻ ബാങ്കുകൾക്ക് ബാധ്യതയുണ്ടെന്നും ഇതിൽ ബാങ്കുകൾ വീഴ്ച വരുത്തുകയാണെന്നും കോടതി വിമർശിച്ചു. ഇത്തരം സാഹചര്യങ്ങളിൽ ബാങ്കുകൾ പ്രതികരിക്കാതെ ഇരിക്കുന്നത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. ലോൺ ആപ്പ് തട്ടിപ്പ് കേസിൽ 6 പേരാണ് അറസ്റ്റിലായിരുന്നത്. 1650 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്നാണ് EDയുടെ കണ്ടെത്തൽ. ജനം, കൊച്ചി.